ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തെല്ലാം എനർജീസ് ആണ്, എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം എന്തൊക്കെ ഗൈഡൻസ് ആണ്, എന്തെല്ലാം എനർജീസ് ആണ് ഇന്ന ദിവസം ഉള്ളത്, എന്തെല്ലാം ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു കാര്യം, വീടുമായി ബന്ധപ്പെട്ട് എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ സുരക്ഷിതമെന്ന നിലയിൽ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്രിസർവ് ചെയ്ത് വെക്കുന്നു ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിക്കുക, സേവ് ചെയ്യുക, അതൊക്കെയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്ന. ഒരു നർച്ചറിങ് മദറാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേരൻ്റാണ്, ഒരു നർച്ചറിങ് ആണ്. അതായത് നാളത്തെ കരുതി ഇന്ന് സംഭരിച്ച് വെക്കുക, ശേഖരിച്ച് വെക്കുക, സേവ് ചെയ്യുക, അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത്. അതുപോലെ കുറേ പേരിന്ന് പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും. പണം ആവശ്യമുണ്ട്, പക്ഷേ പണം സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അതുപോലെ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആളുകളും ഉണ്ടാവും. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് ടു ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെയോ സെർച്ച് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരാളെ നിങ്ങൾ അടിക്കടി ഇന്നേ ദിവസം ഫ്രീക്വൻ്റ് ആയിട്ട് അവരെ തേടാൻ സാധ്യതയുണ്ട്. അതായത് അവരുടെ അപ്ഡേറ്റ്സ് എന്താണ്, അവരുടെ എന്താ പറയുന്നത്, ഫേസ്ബുക്കിലാണെങ്കിൽ എന്തായിരിക്കും, വല്ല പോസ്റ്റും വന്നോ, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ റീൽസ് വന്നോ, റീൽസ് വന്നോ, പിന്നെ വാട്സപ്പിലാണെങ്കിൽ ലാസ്റ്റ് സീന്, പിന്നെന്തുവാ സ്റ്റേറ്റസ്, അങ്ങനെ എന്തെങ്കിലും അപ്ഡേഷൻസ് ആരുടെയെങ്കിലും, നിങ്ങൾ ആരെയാണോ മിസ് ചെയ്യുന്നത് ആ ആളുടെ അപ്ഡേഷൻസ് നിങ്ങളിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ആരെയോ തേടുന്നതായിട്ട് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലല്ലാതെയും നിങ്ങൾ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ആരെയോ തേടുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ മിസ്സായിപ്പോയ ഒരാളെ ആയിരിക്കാം, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് സെർച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോൾ നെക്സ്റ്റ് കാർഡ് കാണുമ്പോൾ മനസ്സിലാവും. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണമാണ് കേട്ടോ. പണമാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം. മോസ്റ്റ് പ്രോബബ്ലി അതൊരു വ്യക്തിയാണ്, പ്ലസ് പണവുമാകാം. ഒരാളെയാണ് നിങ്ങൾക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ വെയർ അബൌട്ട്സ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് പണം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ മൂല്യമുള്ള ഒരാളായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അയാൾ വളരെ മൂല്യമുള്ള ഒരാളായിരുന്നു മുൻപ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ആ സമയത്ത് അയാളെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്, അയാളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതായിട്ടാണ് ടു ഓഫ് വാണ്ട്സ് പറയുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഇത് തന്നെയാണ്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് കേട്ടോ. അതാണ് ത്രീ ഓഫ് വാണ്ട്സ് പറയുന്നത്. വീണ്ടും സെർച്ചിങ് ആണ്. നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് ത്രീ ഓഫ് വാണ്ട്സ് പറയുന്നത്. എന്ത് കാര്യത്തിനെയാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ടു ഓഫ് വാണ്ട്, അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ത്രീ ഓഫ് വാണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നു, അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കുന്നു, അതിനുശേഷം മുന്നോട്ട് പോകാനുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് മുന്നോട്ട് പോയാൽ സക്സസ്ഫുൾ ആകുമെന്ന്. അപ്പോൾ അവിടെ എന്തോ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ത്രീ ഓഫ് വാണ്ട് പറയുന്നത്. ഇത് വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന ആളുകളുടെ എയർ ട്രാവലിനെ കുറിച്ചായിരിക്കാം.
ഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് അടുത്ത പ്രദേശത്തേക്ക് പോകുന്നതാവാം. ചിലപ്പോൾ നിങ്ങളുടെ പോസ്റ്റ്പോൺമെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഷിപ്പിൽ ജോലിയുള്ളവർക്ക് ചിലപ്പോൾ ഇന്ന് പോകണ്ട, പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കും. അപ്പോൾ എന്നത്തേക്കാണെന്ന് നിങ്ങൾ തേടുന്നതാവാം. 3 ഓഫ് വാണ്ട്സ് അതാണ് പറയുന്നത്. പിന്നെ വിദേശത്തേക്ക് പോകാൻ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജോലി റെഡിയായി എന്നുള്ളൊരു ഇൻറ്റിമേഷൻ ആകാം. നിങ്ങൾക്ക് വിസയോ മെഡിക്കൽ പാസ്സാവുന്നതാകാം, വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നതാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ വിദേശവുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഇനി വിദേശത്ത് പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ തുടക്കമാണ്, ഇമോഷണലി ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വരുന്ന ആൾ പഴയ ആൾ വീണ്ടും വരുന്നതാണെങ്കിലും അതല്ല ഒരു പുതിയ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണെങ്കിലും അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ മാത്രമല്ല, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷനും കൂടിയുണ്ട്. അതായത് ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഓഫറാണ് വരുന്നതെങ്കിലും അതല്ല ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിലും അവരോട് ആ സാഹചര്യത്തോട് അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും പുതിയതായിട്ട് എന്ത് നിങ്ങളിലേക്ക് ഇന്ന് വന്നാലും അതിനോട് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷനും കൂടിയുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കണക്ഷൻ കൂടിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് എന്താണോ പുതിയതായിട്ട് വരുന്നത് അത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ അല്ല, ഈ വീഡിയോ അല്ല, നാളത്തെ വീഡിയോ വരുമ്പോൾ അതിൽ കമൻറ്റ് ചെയ്യണം പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ളത്. ഒന്നും സംഭവിക്കാത്ത കുറച്ച് പേര് വീഡിയോ കാണുന്നുണ്ട്. അത് നിങ്ങളോടല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ റെസണേറ്റായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ആ ആളുകളോടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഏസ് ഓഫ് കപ്സ് പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ഇന്നേ ദിവസം വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് സ്പിരിച്വലി കൂടി കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. അതൊരു ജോബ് ഓഫർ ആവാം, പണം, മറ്റൊരാളുടെ സഹായമാവാം, ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാകാം. ഇമോഷണൽ എമർജൻസ് ആണ്. അപ്പം സഹതാപം തോന്നിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുകമ്പ തോന്നിയിട്ടോ സ്നേഹം തോന്നിയിട്ടോ ഒരാളോ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു ഓഫറോ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ വീണ്ടും റീയൂണിയൻ്റെ കാർഡാണ്. പഴയ ആൾ, അതായത് നിങ്ങളുടെ കൂടെ കളിച്ച് വളർന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ചതാവാം, നിങ്ങളുടെ കൂടെ മുമ്പ് ജോലി ചെയ്തിട്ടുള്ള ആളാവാം. അങ്ങനെയുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻട്രി ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ച സ്കൂളിലോ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ പോകുകയും നിങ്ങളുടെ പഴയ ആളുകളെ, നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ഫീലിങ്സ് തന്നിരുന്ന ചില ആളുകളെക്കുറിച്ച് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങൾ മുൻപ് ജോലി ചെയ്തിരുന്ന ഇടങ്ങളിൽ പോകാനോ ചിലപ്പോൾ നിങ്ങളുടെ പഴയ കൂട്ടുകാരെ കാണാനോ അവരോട് കൂടി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഇടത്താണ് നിങ്ങൾ കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റീയൂണിയൻ നടക്കും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് കിട്ടുന്ന, നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ പഴയ ഓർമ്മകൾ വരികയും നിങ്ങളതൊക്കെ പറഞ്ഞ് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു എനർജിയാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഇവിടെയും പറയുന്നുണ്ടല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സ്, ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം സഹായിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളിന്ന് വീട് വാങ്ങിക്കാനോ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഴയ വീട് വാങ്ങിക്കുന്നതാവാം. അതായത് നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള വീടുകളില്ലേ, ചിലപ്പോൾ ചിലർക്ക് എനിക്ക് ഇങ്ങനെയുള്ള വീട് വേണം, ഇപ്പോൾ 4 കെട്ടുള്ള വീട് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചറുള്ള വീട് വേണം എന്നൊക്കെ ആഗ്രഹമില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വീട് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ആ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതോ ആവാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും ആകാം. കാരണം ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് 4 ഓഫ് സ്വോർഡാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വയറുവേദനയോ കാലുവേദനയോ കൈവേദന, ഷോൾഡർ, ബാക്ക് പെയിൻ ഒക്കെ കേട്ടോ. പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾ പോയി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓവർ എക്സോസ്റ്റഡ് ആയിട്ട്
വളരെ പെയിൻഫുള്ളായിട്ട് തിരിച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പം ജോലി ചെയ്ത് മടുത്തിട്ട് വന്ന് റെസ്റ്റ് എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വളരെ വീക്ക് ആയതുകൊണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നൊരു റിമൈൻഡർ ചിലപ്പം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു പെയിനൊക്കെ വരുമ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് എന്നാൽ ഇന്ന കാര്യം ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. പിന്നെ 6 ഓഫ് സോഡ് നമ്മളെപ്പോഴും പറയുന്ന പോലെ 4 ഓഫ് സോഡ് നമ്മളെപ്പോഴും പറയുന്ന പോലെ സർജറിയൊക്കെ ഉണ്ടാവാനോ ആക്സിഡൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 4 ഓഫ് സോഡ്സ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേൾഡ് കാർഡാണ്. ഇത് ഈ 4 ഓഫ് സോഡിനകത്തെ ചിലപ്പോൾ നിങ്ങൾ ഒരു തൊട്ട് മുമ്പ് ഭയങ്കര ബ്രോക്കൺ ആയിട്ടിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ മാറിയിട്ട് കുറച്ചൊന്ന് നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് എണീറ്റ് നിൽക്കാം എന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നാൽ ഞാൻ ഇന്ന് തീരുമാനം എടുക്കുന്നില്ല, എനിക്കിന്ന് തീരുമാനം എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഇല്ല, അതുകൊണ്ട് തൽക്കാലം ഞാനിന്ന് തീരുമാനം എടുക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാകാം. തൽക്കാലത്തേക്കൊന്ന് റെസ്റ്റ് എടുക്കാം, പിന്നീട് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ആ തീരുമാനത്തെ തള്ളി വെക്കുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. വേൾഡ് കാർഡ് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം പ്രവൃത്തി ചെയ്യുന്നത് എൻഡിലേക്ക് വരുന്നുണ്ട്, അതാണ് വേൾഡ് കാർഡ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിന്ന് വളരെ ഹാപ്പിനെസ്സിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നിറയെ ആളുകളുണ്ടാവാം, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതോ നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നതോ ആകാം, നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നതാവാം. അതാണ് വേൾഡ് കാർഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കംപ്ലീഷനുമാണ്, എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇത് മേജർ അർക്കാന കാർഡിൻ്റെ ലാസ്റ്റ് കാർഡും കൂടിയാണ് വേൾഡ് കാർഡ്. അപ്പോൾ ഇന്നേ ദിവസം എന്തോ ഒരു സർക്കിൾ നിങ്ങളിൽ പൂർത്തിയാവുന്നുണ്ട്, മേ ബി ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് വേൾഡ് കാർഡ് പറയുന്നത്. യാത്രയുടെ കാർഡാണ് കേട്ടോ. ഓവർസീസ് യാത്ര നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് ഇതും ഓവർസീസ് യാത്രയുണ്ട്. അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് യാത്ര കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് യൂഷ്വലി പോകുന്ന വഴിയിൽ നിന്ന് മാറി വേറെ എവിടേക്കോ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ, വേറൊരു യാത്ര. അടുത്തത് 9 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, മേ ബി അത് യാത്രയെ തന്നെ ആയിരിക്കാം. ഇങ്ങനെ ആരെങ്കിലും യാത്ര പോകുന്നത് നിങ്ങൾക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യാത്ര പോകുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അതിനോടൊരു ഭയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ നിയറിങ് കംപ്ലീഷൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് അവസാനിക്കാറായ ഒരു കാര്യമുണ്ട്, പക്ഷെ അത് ഫലപ്രാപ്തിയിൽ എത്തുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ അതിനെ പേടിയോടുകൂടി നോക്കുന്നതായിട്ടാണ് 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു ചിലപ്പോൾ ഒരു ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റുമാണ്. ചില ആളുകൾ നമ്മളിന്ന് വിട്ടുപോകുമോ എന്നൊരു ഭയമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വേൾഡ് കാർഡിൻ്റെ ഒപ്പം 9 ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളിൽ എന്തോ ഒരു കാര്യം എൻഡായി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ്. എന്ത് കാര്യമാണോ എൻഡാവുന്നത് അതിനെ നിങ്ങൾ ഭയപ്പെടുന്നു. എന്താണോ ഇല്ലാതാവുന്നത് അതിൻ്റെ ഇല്ലായ്മയെ നിങ്ങൾ പേടിക്കുന്നു. അതില്ല എങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വീണ്ടും ഒരു യാത്രയുടെ കാർഡാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ കുറേ ബേർഡനൊക്കെ എടുത്തിട്ട് പോകുന്നതാണ്, കുറച്ച് ഭാരം തലയിൽ ഏന്തിയിട്ട് കുറച്ച് ബാധ്യതകളോടുകൂടി യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുന്ന യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 6 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്നത് വളരെ ദുരിതത്തോടു കൂടിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം സന്തോഷകരമായ ഒരു എൻഡ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പി എൻഡിങ് ആണെങ്കിൽ പോലും നിങ്ങൾ യാത്ര പുറപ്പെടുന്നതൊക്കെ ഒരു കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും. എന്തോ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് 6 ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. ഹാപ്പി എൻഡിങ് ആണ്, പക്ഷേ യാത്രയാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കിൽ 10 ഓഫ് കപ്സും 6 ഓഫ് വാണ്ട്സും ഉണ്ട്. അപ്പോൾ റീയൂണിയൻ നടക്കുന്ന കാര്യം തന്നെ കാണുന്നുണ്ട്. 6 ഓഫ് വാണ്ട്സും 10 ഓഫ് കപ്സും ഫാമിലി റീയൂണിയൻ ആണ്. അപ്പോൾ ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന ദിവസം റീയൂണിയൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ അല്ലാത്ത ലവേഴ്സിനും ഇന്ന് 6 ഓഫ് വാണ്ട് ഉണ്ട്. നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടും, നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സക്സസ് ആൻഡ് വിക്ടറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് മേഖലയിലാണോ നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നിങ്ങൾക്ക് ഇന്ന് പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. അതുപോലെ 10 ഓഫ് കപ്സ് പറയുന്നത് ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും ഫാമിലി റീയൂണിയനും ഇന്ന് പോസിബിലിറ്റി ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം.
എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഒന്ന്, ദർ ഇസ് എ സംതിങ് ബെറ്റർ. നിങ്ങൾ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്, അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്നില്ല. അതിൽ ഇവിടെ കണ്ടില്ലേ വേൾഡ് കാർഡും 9 ഓഫ് വാണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഒരു കംപ്ലീഷൻ വരുന്നുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയി പോയാൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സായിട്ട് അത് നിങ്ങളിൽ നിന്ന് മാറ്റുന്നതാണ്. അതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. അത് യൂണിവേഴ്സായിട്ട് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നതാണ്. കാരണം ദർ ഇസ് സംതിങ് ബെറ്റർ. മറ്റ് മനോഹരമായ എന്തോ ഒരു കാര്യം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തരും. അതുകൊണ്ടാണ് ഇത് നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റുന്നതായിട്ട് കാണുന്നത്. അതുപോലെ ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രവർത്തിച്ചോളൂ. ഡോൺ സ്റ്റോപ്പ്. നിങ്ങളൊരു കാര്യം ചെയ്തു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് നിർത്തണ്ട, നിങ്ങളായിട്ട് തന്നെ പ്രവർത്തിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ എൻ്റായി പോകുന്നത് യൂണിവേഴ്സായിട്ടൊരു കാര്യം നടപ്പിലാക്കുന്നതാണ്. അത് അതിൻ്റെ വഴിക്ക് നടന്നോളൂ. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ തുടർന്ന് പോയിക്കൊള്ളാനാണ് പറയുന്നത്. ഡോൺ സ്റ്റോപ്പ്. പിന്നെ നിങ്ങളത് എന്ത് കാര്യമാണോ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നത് അത് സംഭവിക്കും. ഇഫ് യു ബിലീവ്, ഏറ്റവും നന്നായിട്ട് നിങ്ങൾ വിശ്വസിക്കുക, 100% അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക, അപ്പോൾ നിങ്ങൾക്കത് സംഭവിക്കും. ഇംപ്രൂവിങ് ഹെൽത്താണ്. ഇവിടെ 4 ഓഫ് സോഡിൽ എനർജി ഉണ്ട്. അപ്പോൾ സർജറി പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം. വേദന, പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കാൻ മറക്കരുത്. അതൊക്കെയാണ് പറയുന്നത്. ഇംപ്രൂവിങ് ഹെൽത്ത് ഇന്ന് ഇമ്പ്രൂവ് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്ന ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസിനോട്, നിങ്ങളുടെ ഏഞ്ചൽസ് ആരാണെന്ന് അറിയാമെങ്കിൽ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് ചോദിക്കാം. സയൻസ് കാണിക്കാൻ പറയുമോ ഒക്കെ ചെയ്യാം കേട്ടോ. അതാണ് ഏഞ്ചൽസ് മെസ്സേജ് പറയുന്നത്. നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? കീപ് ആൻ ഓപ്പൺ മൈൻഡ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. അത് നമ്മൾ മിക്കവാറും കാണാറുണ്ട്. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട് ആകാം, നിങ്ങളുടെ കൊളീഗ് ആകാം, നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആവാം, ഹസ്ബൻഡ് ആവാം, അച്ഛനാകാം, അമ്മയാകാം, അതൊക്കെ നിങ്ങളുടെ സോൾമേറ്റ് ആകാൻ സാധ്യതയുണ്ട്. ആരുമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉള്ളതെങ്കിലും അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. ഇത് യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. അപ്പോൾ സോൾമേറ്റ് കൺഫർമേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആരെയാണോ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി കേട്ടോ, നിങ്ങളുടെ പേഴ്സൺ അത് ആരായാലും അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്, നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ മുന്നേ അറിയാം. അട്രാക്ഷൻ. യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി. നിങ്ങളെ എന്താ പറയുന്നത്, നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളിൽ തന്നെ ആനന്ദം കണ്ടെത്തുക. നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുക. അപ്പോൾ മറ്റ് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നാണ്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽസ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീപ്പൻസ്. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. വേരുകൾ അങ്ങാണ്ട് പോയിക്കോട്ടെ. വേരുകൾ ആഴത്തിലാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനൊരു അതാണ്. ആഴത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആളെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളതാണ്. സെപ്പറേഷൻ. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ. പോട്ടെ, അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റൊമാൻറ്റിക് ഏഞ്ചൽസ് അല്ലെങ്കിൽ റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ഞാനിപ്പോൾ ലാസ്റ്റ് വായിച്ച കാർഡിനെ 2 രീതിയിൽ എടുക്കാം കേട്ടോ. നിങ്ങളുടെ പ്രണയം ചക്രവാളത്തിലെത്തി എന്ന് വേണമെങ്കിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് എടുക്കാം. നമുക്ക് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ചക്രവാളത്തിലാണ്. ഇറ്റ് ഈസ് വിസിബിൾ ടു അസ്. നമുക്ക് നോക്കിയാൽ ഇപ്പോഴും ചക്രവാളത്തിൽ നമ്മുടെ പ്രണയം നിൽക്കുന്നത് കാണാം. അത് അസ്തമിക്കാൻ പോവുകയാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇറ്റ് ഈസ് കമ്മിങ് ക്ലോസർ ടു മീ എന്ന് മാത്രം വിചാരിക്കുക. അങ്ങോട്ട് പോവുകയാണെന്ന് വിചാരിക്കാണ്ട് ഇങ്ങോട്ട് വരുവാണെന്ന് വിചാരിക്കുക. ഇറ്റ് വാസ് സംവെയർ എൽസ്. അത് മറ്റെവിടെയോ ആയിരുന്നു, ഇപ്പോൾ ചക്രവാളത്തിലുണ്ട്, എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാണാം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എപ്പോഴൊക്കെ കണ്ണാടി നോക്കിയാലും താങ്ക് യു സോ മച്ച് പറയണം. പിന്നെ എപ്പോഴൊക്കെ സമയം കിട്ടിയാലും പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെ സമയം കിട്ടിയാലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എനിക്ക് ബാധകമാണ്, ഞാൻ എപ്പോഴും ചെയ്യാറുണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് കണ്ടതിൽ വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന കൂടെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാനുള്ള ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യുക.
Okay, thank you so much for watching my video. Thank you so much.